എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളാണെങ്കിൽ വീഡിയോ ഒക്കെ സ്ഥിരം ഇടണം, എല്ലാ ദിവസവും ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഒന്നിനും സമയം കിട്ടില്ല. നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. അത് കാരണം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഒന്നും ഇടാതെ നാട്ടിൽ പോയായിരുന്നു. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളപ്പോൾ നാട്ടിലാണ് കേട്ടോ. അപ്പം വലിയ മഴയും പിന്നെ നമ്മുടെ തിരക്കൊക്കെ ആയിക്കൊണ്ടാണ് ശരിക്കും വീഡിയോസൊന്നും ഇടാൻ പറ്റാഞ്ഞത്. വീഡിയോസൊക്കെ ഇനി സ്ഥിരമായിട്ട് ഇടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്നെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു പോസ്റ്റ്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെന്താ പറയുക, ലാസ്റ്റ് എനിക്ക് തോന്നുന്നൊരു മീൻകറിയും അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു കപ്പ പുഴുങ്ങിയത് അല്ലേ ആ വീഡിയോ ഇട്ടിരുന്നത്. കുറേ പേരൊക്കെ ഞാനാണെങ്കിൽ പിന്നെ കുറേ പേരൊക്കെ ഇത് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ നല്ല മഴ ഒക്കെ ആയിട്ടിരിക്കുകയാണ്. നല്ലതാണ് മഴയൊക്കെ കാണാനൊക്കെ ആസ്വദിക്കാനൊക്കെ നല്ലതാണ്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് തുണിയൊക്കെ ആണെങ്കിൽ നനച്ചിട്ട് ഉണക്കാനൊക്കെ അല്ലേ ഭയങ്കര പാടാണ്. പിന്നെ എവിടെയെങ്കിലും നമുക്കാണെങ്കിൽ ഒന്ന് പോകണമെന്നൊക്കെ വരുമ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ ചില സമയത്തൊക്കെ ആണെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. എന്നിരുന്നാലും മഴ ഇഷ്ടമാണ് കേട്ടോ. മഴ കാണാനൊക്കെ നല്ലതാണ്. പിന്നെ നല്ല കഴിഞ്ഞ ദിവസമല്ലേടി ഭയങ്കര കാറ്റുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു തോന്നുന്നു കാറ്റുണ്ടായിരുന്നു. പക്ഷേ കുറേ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോകണമെന്ന് വെച്ചതൊക്കെ ആണെങ്കിൽ മഴ കാരണം കൊണ്ട് വേണ്ടാന്ന് വെച്ചു. കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും ഭയങ്കര മഴ, പിന്നെ അത് പറ്റാതെ പോന്നിട്ടുണ്ട്. അപ്പം പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോകും. ഏബലാണെങ്കിൽ ഇവിടെ ഏബലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ഇങ്ങോട്ട് നോക്കി. ഏബൽ എന്താ പറയാനുള്ളത്? ഏബലാണെങ്കിൽ പിണങ്ങിയിരിക്കുകയാണ്. എന്തിനാ ഏബൽ പിണങ്ങിയിരിക്കുന്നത്? അവന് മിഡിൽ സീറ്റ് ഇരിക്കാൻ ചാൻസ് കൊടുത്തില്ലത്. അപ്പോൾ വണ്ടി നിർത്തിയിട്ടേക്കല്ലേ. പപ്പയാണെങ്കിൽ എൻ്റെ കടയിലോട്ട് കയറി, സ്റ്റേഷനറി കടയിലോട്ടാണ് കയറിയേക്കുന്നത്. സ്റ്റേഷനറി അല്ലല്ലോ, സോറി. എന്നിട്ട് ഇങ്ങനത്തെ ഞാനിവിടെ സ്റ്റേഷനറി കണ്ടായിരുന്നു. സാനിറ്ററി ആയിരിക്കും, സാനിറ്ററി ഹാർഡ്വെയർ ഇലക്ട്രിക്കൽ. അതെ, എല്ലാ സംഭവങ്ങളും കിട്ടുന്ന കടയിലോട്ടാണെങ്കിൽ കയറിയിട്ടാണ്. പെയിന്റും എല്ലാം ഉണ്ടെന്ന് തോന്നല്ലേ? ഇല്ല, പെയിന്റ് ഒന്നും ഇല്ല. ഇതുകൊണ്ട് അങ്ങോട്ട് അതെന്താ ഇരിക്കുന്നത്? പെയിന്റ് ഇല്ല, അത് വേറെ കട. അല്ല ഏവല്ല, ഇത് ഫുൾ ഒരു കടയാണ്. ഇത് കണ്ടോ, ഫുൾ ഒരു കട. അപ്പോൾ അങ്ങോട്ട് കയറിയേക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഓർത്തുന്ന ഒരു വീഡിയോ എടുക്കാമെന്നോർത്തു നിങ്ങളെല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ സമയത്താണെങ്കിൽ മഴയാണെങ്കിൽ ചെറുതായിട്ട് ചാറി വരുന്നുള്ളായിരുന്നു. ഇപ്പം നേരെ കണ്ട മഴയൊക്കെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സെയിം മഴയാ. അന്നേരം വൈപ്പർ ഇട്ടത് കൊണ്ട് മഴ ചെറുതായിട്ട് തോന്നിയതായി. ഇപ്പൊ വൈപ്പർ ആണല്ലോ. പിന്നെ ഏഞ്ചിന് എന്നാ പറയാനുള്ളത്? മിസ് ഇത് എങ്ങനെയാണ് നാട്ടിൽ വന്നിട്ട് നാടാണോ ഇഷ്ടം അതോ അവിടെ യു എ ആണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ജെന്യുവൻ ആൻസർ യു എ ആണോ? അതെന്നെ സാധാരണ പിള്ളേർക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ നാട്ടിലാണല്ലോ ഇഷ്ടം. ഒന്നാമത്തെ കാര്യം ഇവിടെ എനിക്കൊന്നും അമ്മച്ചി ഇല്ല അല്ലേ. പിന്നെ എനിക്ക് നാടാ ഇഷ്ടം. അവിടെ പച്ചപ്പൊന്നുമില്ല, ഇവിടെ ഭയങ്കര പച്ചപ്പാണ്. പക്ഷെ ഫുള്ള് ആസ്വദിക്കാൻ പറ്റിയോ പച്ചപ്പൊക്കെ? നമ്മളാണെങ്കിൽ പോയ സ്ഥലങ്ങളിലാണെങ്കിലും ഇതുപോലെ ആണെങ്കിൽ ഫുള്ളാണെങ്കിൽ നമുക്ക് ഇറങ്ങാനാണെങ്കിലും ഭയങ്കര മഴയായിരിക്കും. കുട പിടിച്ചെന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അത് കാണിച്ച് പ്ലാസ്റ്ററോ എന്ത് കാണിച്ച് എൻ്റെ ദൈവം ഇതെവിടെ ഇരുന്നു ഏവല കണ്ടുപിടിച്ചേ. ശരിക്കും ഈ ഒരു പ്ലാസ്റ്റിക് കിട്ടാൻ വേണ്ടി അവിടെ എന്തുമാത്രം കിടന്ന് തപ്പി ഒന്നും ഇല്ലായിരുന്നു. അല്ല, അവിടെ നിന്ന് കൊണ്ടുവന്ന പെട്ടിക്കകത്തുനിന്ന് പൊട്ടിച്ചെടുത്ത പ്ലാസ്റ്റിക് അതിനകത്ത് കഷ്ടപ്പെട്ട് നീ ഇവിടെ എങ്ങനെ എടുത്തിട്ടാ? അത് കളയണ്ട നീ ആവശ്യം വരും. അത് കളിപ്പാട്ട് കൊണ്ടൊന്നും ഇനി ആവശ്യം വരും. ശരിക്കും നമുക്ക് എന്താണെന്നറിയോ, താങ്ക് യു ചില ചെറിയ സാധനങ്ങളായിരിക്കും നമുക്കാണെങ്കിൽ ഒത്തിരി ഉപകാരപ്രദമായിട്ട് വരും. പക്ഷെ നമ്മൾ ആവശ്യത്തിന് വേണ്ടി കിട്ടത്തില്ല. ഞാൻ പറഞ്ഞിട്ടല്ലേ. ഏബലിനാണെങ്കിൽ നാടാണോ ഇഷ്ടം അതോ യു എ ആണോ ഇഷ്ടം? ആണോ? നാട് ഇഷ്ടമല്ല? ഇഷ്ടമൊക്കെ അമ്മച്ചി ഇല്ലാത്തതാണോ? ആണോ? അപ്പോൾ ഞങ്ങളാണെങ്കിൽ
അപ്പൊ ഇന്നാണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ ഞാൻ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ട് എനിക്ക് ഇന്ത്യ ഒന്ന് എന്താ പറയാ India is a democratic country. It's so beautiful. That's so patchup. My new English. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വീണ്ടും ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരുമല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. Thank you. ബൈ ബൈ. Thank you. Bye bye. See you tomorrow.